ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നീക്കം തുടങ്ങി. റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതിനായിട്ടൊരു അപേക്ഷയും കൊടുത്തു. ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള SIT അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. മുരാരി ബാബു ജാമ്യാപേക്ഷ സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് SITയുടെ പുതിയ നീക്കം. മുരാരി ബാബുവിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നതോടെ ജാമ്യാപേക്ഷ കോടതി തള്ളാനാണ് സാധ്യത. സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ ആലോചന. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. പ്രത്യേക സംഘത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ക്രമസമാധാന വിഭാഗം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. 2019 ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് നീക്കം. N. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റ് PS. പ്രശാന്തിന്റെയും മൊഴിയെടുക്കും. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി പമ്പയിൽ തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.